The first time that you kissed me, boundless by the time I cried, I built your walls around me. White noise, what an awful sound. Fumbling by Rogue River, feel my feet above the ground. When you're tired and worn, എത്രയും ദേവമാതാവേ സംസർഗത്തിലോടി വന്ന് കന്യരുടെ രാജ്ഞി ദേവമാതാവേ അവതരിച്ച മാതാവേ രസിക്കാതെ the other. When you've lost your way, oh, the first time your heart breaks, I'll pick up the pieces and put them back together. I'll be there for you. Every fall and every rise, every wrong and every right. നാമെല്ലാവരും ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആശിഷിൻ്റെയും അതുപോലെ മിന്നുവിൻ്റെയും വിവാഹ മനസ്സമ്മതം കാണുന്നതിനും അതുപോലെ അവർക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വരുന്ന ആഴ്ച ഇവിടെ വിവാഹം കൊരട്ടി ദേവമാതാവിൻ്റെ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും. അതുവരെയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയിലൂടെയും അതുപോലെ കൂടുതൽ ആഴമേറിയിട്ടുള്ള ദൈവാനുഭവത്തിലൂടെയും കടന്നു പോകുവാനായി പ്രത്യേകം നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൊരട്ടിയിൽ നിന്നും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആശിഷിനും അതുപോലെ കുടുംബാംഗങ്ങളെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇടപാടുകളും അതുപോലെ ഈ ഇടവയുടെ പ്രാരംഭത്തിലൂടെ സജീവാസാന്നിധ്യമായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഏവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം അത് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടി സ്വതന്ത്ര
മനസ്സോടുകൂടി അതുപോലെ ജീവിതത്തിലെടുക്കുന്ന ഏറ്റവും വലിയ ഒരു തീരുമാനം എന്ന നിലയിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയോ ആരുടെയെങ്കിലും സമ്മർദ്ദമോ കൂടാതെ സ്വയമായി ഈ ദമ്പതികൾ തീരുമാനമെടുക്കുകയും ദൈവാനുഗ്രഹപ്രദമായി കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഇരുവരും സന്നദ്ധരാണ് എന്നുള്ള അവരുടെ തീരുമാനം പരിശുദ്ധ സഭയുടെ മുമ്പാകെ അറിയിക്കുകയും ചെയ്യുന്ന ധന്യമായ ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷകളിൽ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. സ്തുതി പരിശുദ്ധൻ 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 വിവാഹ
സാക്ഷിയുടെ കേട്ടു. കർത്താവിൽ നമ്മുടെ മകളായ ബിന്ദു മാത്യു ഈ നിൽക്കുന്ന ആശിഷ് പോളിന് ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷിയുടെ കേട്ടു. ദൈവമായ വിശ്വാസത്തോടെ
Una más y
ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ലിഗായച്ചൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആശിക്കും അതുപോലെ നെല്ലുവും വിവാഹ മനസ്സമ്മതം നൽകി ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു. നല്ല നാട്ടുകാർക്ക് മുമ്പിൽ ഇങ്ങനെ ബിന്ദുവിനെ സ്വന്തമാക്കിയിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചാണ് ആശിഷ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആശിഷ് തന്നെയാണ് നമ്മളോട് ആദ്യം സംസാരിക്കുന്നത്. പ്ലീസ് ആശിഷിന് ഒരു നല്ല കൈയടി കൊടുക്കും. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാകും മാറുന്നത്. ആശിഷാണ്. ഞാൻ എൻ്റെ ചാനലിലേക്ക് പുറത്തി അതുപോലെയാണ്. ഇതെൻ്റെ അമ്മ, അമ്മയുടെ പേര് ഷോമി പോൾ. ഈ ചേട്ടൻ കേരള കോർപ്പറേറ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചേച്ചി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഫ്യൂച്ചർ ഓഫീസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നോർത്തൺ കേരള സോണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ചേട്ടൻ്റെ പേര് അരുൺ പോൾ, ചേച്ചിയുടെ പേര് അഞ്ജു. ചെയ്തിട്ടല്ല പറഞ്ഞത്, നോർമലി നമ്മൾ പറയുന്ന പോലെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ബിന്ദു അങ്ങനെയല്ല, ഒരു വോക്കൽ ആർട്ടിസ്റ്റാണ്, ആക്ടറാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ബിന്ദു തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അറിയാത്തവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ കാര്യം എങ്ങനെയാണെന്നുള്ളത് ബിന്ദു കറക്റ്റായിട്ട് പറയും. നമ്മുടെ താരത്തിലെ ഒരു കൈയ്യടി കൊടുക്കുന്നവർ ചേർന്നുള്ള ബിന്ദു ഒരു ദേവതയെ പോലെയാണ് നിൽക്കുന്നത്. ബിന്ദു പ്ലീസ്. എൻ്റെ പേര് ബിന്ദു. ഞാൻ ആലിമൂട്ടിൽ കുഞ്ഞുമോൻ്റെയും ഡാഡിയുടെയും മകൾ. എൻ്റെ ചേട്ടൻ ജോമൻ മാത്യു, ചേച്ചി ടിൻഡു. ഞാൻ മോൾഡീവ്സിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് കൊണ്ടുപോകുന്നു. MBS കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ചേച്ചി രണ്ട് മക്കളാണുള്ളത്. മമ്മി ഹൗസ് വൈഫ്. അതിലെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഗോകുൽ, ആള് ഒരു മാഷാണ്. സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിൽ മാഷായിട്ട് ജോലി ചെയ്യുന്നു. പെരുന്തൽമണ്ണയിലെ രണ്ട് മക്കളും അവരുടേതായ കാര്യങ്ങൾ തിരക്കായതുകൊണ്ട് ചെയ്യില്ല. ഇഷ്ടപ്പെട്ടു വെച്ച് പറയൂ പ്ലീസ്. രണ്ടുപേരും ആലോചിച്ച് ആദ്യം നമ്മൾ വീട്ടിൽ സംസാരിച്ചു. അങ്ങനെയല്ല, വേറെ സാർ വഴി പ്രപ്പോസൽ വന്നു. അങ്ങനെ വീട്ടിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫാമിലിക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഇപ്പം നമ്മൾ കേട്ട് അറിവുള്ള സുപ്രസിദ്ധമായ കൊരട്ടി ദൈവമാതാവിൻ്റെ ഇടവാങ്ങുമാണ്. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ കൊരട്ടി മാതാവ് എന്ന് പറയുന്ന ദേവാലയം നമുക്കൊക്കെ പരിചയമുള്ളതാണ്. നമ്മൾ കാലടിയിലൊക്കെ പോകുന്ന സന്ദർഭത്തിൽ, അതുപോലെ മലയാറ്റൂര് തീർത്ഥാടനം നടത്തുന്ന സമയത്തൊക്കെ സന്ദർശിക്കുന്ന ഒരു ദേവാലയമാണ്. ആ ഇടവകയിൽ നിന്നുള്ള ഒരു പ്രിയപ്പെട്ട മകനാണ് ആശിഷിനെയും അമ്മയെയും അതുപോലെ സഹോദരനെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കൊരട്ടിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു.
let's run to the rest of our lives and leave everything that we've known behind. We won't look back. Together we have. വീണ്ടും ഞങ്ങൾ ദൈവമേ യാത്രയിലേക്ക് വീണ്ടും ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാത്രകളിലേക്ക് അടുത്ത ദൂതന്മാരെ ഏർപ്പെടുത്തി സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ ആകണമേ. ഞങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ